ഇതേ നാംച ബസാറിൽ നമ്മൾ രാവിലത്തെ ഒരു കാഴ്ചയാണിത്. നോക്കി, മൗണ്ടൻസൊക്കെ നല്ലതായിട്ട് കാണാം. നോക്കി, നല്ല ക്ലിയറാണ് ഇവിടെ എല്ലാം. വെതറൊക്കെ നല്ല ക്ലിയറാണ്, ഒരു കുഴപ്പമില്ല. ഇതാണ് നാംച ബസാർ. നോക്കി, കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നായിരുന്നു റെയിൻകോട്ട് മേടിച്ചത്, ഈ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ആ കടയിൽ നിന്നായിരുന്നു. കണ്ടോ, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ 12ാം ദിവസമാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ട്രെക്കിങ്ങിൻ്റെ 12ാം ദിവസമായി ഇന്ന് ലാസ്റ്റ് ഡേ. നമ്മളിപ്പോൾ നാംച ബസാറിലാണ് നിൽക്കുന്നത്. നാംച ബസാറിൽ നിന്ന് രാവിലെ ഇപ്പം ലുക്കിലേക്ക് നമ്മൾ ട്രെക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. കുറേ ദൂരമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ 18 കിലോമീറ്റർ നടന്നാണ് നാംച ബസാറിലെത്തിയത്. ഇനി നാംച ബസാറിൽ നിന്ന് ലുക്കിലേക്ക് ഏകദേശം ഒരു 7-8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ ആയതിൻ്റെ സന്തോഷമുണ്ട്. ഇന്ന് അവിടെ ചെന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് കാഠ്മണ്ഡു പോകും. കാഠ്മണ്ഡു ആയിരിക്കത്തില്ല, രാംചേപ്പ് ആയിരിക്കും പോവുക. പക്ഷേ കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് വെതർ ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ലുക്കിൽ നിന്ന്. അപ്പോൾ എങ്ങനെയായി തീരുമെന്ന് അറിയില്ല. ഇന്ന് ചെല്ലുമ്പോൾ അറിയാം ഫ്ലൈറ്റ് ചാലു ആയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഓക്കെ ആയോ എന്നുള്ളത്. അപ്പം ഇനിയിപ്പം നമ്മൾ പോവാണ്. താണ്ടി ഇവിടെ പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ടോ? ഹായ് 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 ബൈ ബൈ. അപ്പം ഇത് രാവിലെ ആണ് ഹെലികോപ്റ്ററൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നല്ല വെതർ, നല്ല ക്ലിയറാണ് ഇവിടെ. നാംച ബസാറിൽ നല്ല ക്ലിയറാണ്. ഇന്നലെ വൈകിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രെഡ് ഓംപ്ലേറ്റ് ആയിരുന്നു, പിന്നെ ബ്ലാക്ക് കോഫി ആയിരുന്നു കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി. ചെറുതായിട്ട് ത്രോട്ടിന് ഇൻഫെക്ഷൻ പോലെ ചെറുതായിട്ടുണ്ട്. ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെന്താ, അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇത് നാംച ബസാർ എന്നുള്ള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ 1 കിലോ പ്ലാസ്റ്റിക് നമ്മളിവിടുന്ന് കളക്ട് ചെയ്തിട്ട് താഴെ ലുക്ലാൽ ഒരു എത്തിക്കുകയാണ്. നമ്മളുണ്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതുണ്ടോ? നമ്മളിവിടെ നിന്ന്, ഇതൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ 1 കിലോ മുതൽ കുറഞ്ഞത് 1 കിലോ എങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട്, ഇവിടുന്ന് നാംച ബസാറാണ്, ഇവിടുന്ന് നമ്മൾ ലുക്ലയിൽ എത്തിക്കും. ഞാൻ ഇവിടുന്ന് 2 കിലോ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ലുക്ലയിൽ കൊടുക്കും. അപ്പം നമ്മൾ ചെയ്യുന്നൊരു നല്ലൊരു പ്രവൃത്തിയാണല്ലോ. ഇത്രയും ദൂരത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. അപ്പം പലരും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇനി നിങ്ങളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇതുപോലുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഒരു ഇത് ബോർഡ് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. നമ്മൾ 1 കിലോ മുതൽ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അതുകൊണ്ട് ഇവിടെയാണ് ഈ സാധനങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നമുക്കിവിടെ പേരും മെയിൽ ഐ ഡിയും എഴുതി കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനിവിടെ പേരും മെയിൽ ഐ ഡിയും എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണിച്ചില്ല. എൻ്റെ പേര് വേണ്ട, മെയിൽ ഐ ഡി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്.
നല്ലൊരു മനുഷ്യൻ വരുന്നതുണ്ടോ, 2 കയ്യിലും ഇങ്ങനെ തൂക്കിയിട്ട് പ്ലാസ്റ്റിക് കണ്ടോ. ഇതുണ്ടോ കുറച്ചിങ്ങനെ നമ്മൾ ഇറങ്ങി ഒരു മല ഇറങ്ങി വരുവാണേ. ഇറങ്ങുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത് കണ്ടോ. നല്ല ക്ലീനായിട്ടുള്ള വെതർ കണ്ടോ, നല്ല വെയിലും നല്ലതായിട്ട് ഫുള്ളെല്ലാം കാണുന്ന ടൈപ്പ്. ഓക്കെ, ഒരാൾ കണ്ടോ ഇത്രയും സാധനം പൊക്കിക്കൊണ്ട് പോകുന്ന കണ്ടോ. നല്ല പ്രായമുള്ള ഒരാളാണ്. അതെ, വെക്കേഷൻ നിന്ന് ഡ്രസ്സൊക്കെ മാറുക ചൂടായതുകൊണ്ട്. നമ്മൾ ദൂത് കോശി നദി താഴെക്കൂടെ ഒഴുകുന്നുണ്ടോ, ദേ അവിടെ ഒഴുകുന്നു. ഇത് കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. ദേ ആ കാണുന്ന മൗണ്ടനാണ് കുസും കങ്കാരു കണ്ടോ, കാണുന്നത്. നമ്മൾ നാംചേന്ന് ഇറങ്ങി വന്നു. അവിടെ നിന്നാണ്ട് ആദ്യത്തെ പാലമാണ് തൂക്കുപാലം. കണ്ടോ, ഇനി നമ്മളിത് കയറി അപ്പുറത്തിറങ്ങണം. കണ്ടോ ഒരു വ്യൂ കണ്ടോ. ഇവിടെ ഒരു കുതിര നിൽപ്പുണ്ടേ, ഇതൊക്കെ ആൾക്കാർ നിൽപ്പുണ്ടേ. ഇതെല്ലാം ഫോറിനേഴ്സാണ്. കണ്ടത് കുലുങ്ങുന്നുണ്ടോ പാലം. നമ്മളീ പാലം കയറി ഇറങ്ങണം. താഴെ ഒരു പാലമുണ്ട് കേട്ടോ, അതിലേക്കൂടെ പോകില്ല. അത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്, ബംഗി ജമ്പിങ് ഇനിയിപ്പോൾ അത് ഓപ്പൺ ആവാൻ പോവാ എന്നുള്ളത്. അവിടെ പാലം ഇതുണ്ടോ. ഇവിടുന്ന് നമ്മളിനി ലുക്കിലേക്ക് 15 കിലോമീറ്റർ ഉണ്ട്, 7.5 മണിക്കൂർ. ഇതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തായാലും 8 മണിക്കൂർ കൂടുതലാവും. 2935 മീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നാംചിയിൽ 4 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനിയും പോവാണ്. ആ പാലം കയറി ഇറങ്ങി നമ്മൾ ഇനി ഇങ്ങനെ പോവാം കണ്ടോ. കണ്ടോ, ഇനി പോകുന്ന വഴിയാണേ. അതുകൊണ്ട് ദൂത് കോശി നദിയാണ് പോകുന്നത് കണ്ടോ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. കണ്ടോ ദൂത് കോശി നദിയുടെ സൈഡ് ചേർന്ന് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. കേട്ടോ, നമ്മളിപ്പോൾ ദൂത് കോശി നദിയാണ് ഈ ഒഴുകുന്നത്, അതിൻ്റെ സൈഡ് ചേർന്നാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ പോവാം. ഇനി അവിടെ ചെല്ലുമ്പോൾ വേറൊരു തൂക്കുപാലം ഉണ്ട്, അത് കയറിയിട്ട് പിന്നെ ഒരു മല കയറണം. അതാണ് നമ്മളിപ്പോൾ വലിയൊരു മലയാണ് ഇറങ്ങിയത്. ഒരു മല ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മല കയറാനുണ്ട് എന്തായാലും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മളിനി ഒരു മല കയറണം. ഇതിപ്പോൾ കണ്ടോ ഈ വഴി കൂടാന്ന് പോകുന്നത്. ദൂത് കോശി നദി അവിടെ ഒഴുകുന്നുണ്ട്. നമ്മൾ ഈ വഴി കൂടെ കണ്ടോ, നല്ല മരങ്ങളും നല്ല തണുപ്പും കാറ്റും ഒക്കെയുണ്ട്. നമ്മൾ നടക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. കണ്ടോ ഈ കയറ്റം ഫുള്ള് നമ്മൾ കയറണേ. ഇങ്ങനെ കയറി തൊണ്ടുകൊണ്ട് ആ വഴിയുണ്ടോ, അങ്ങനെ പോകണം. ആൾക്കാർ കയറി പോകുന്നുണ്ടോ. നമ്മൾ വന്ന വഴിയാണേ ആ കാണുന്നത്. ഇത് കണ്ടോ, താഴോട്ടൊരിറക്കം കണ്ടോ, ഒരു ഫുൾ താഴോട്ട് നമ്മൾ ഇറങ്ങണം. അത് കഴിയുമ്പോൾ നല്ലൊരു കയറ്റം. അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഫുൾ അങ്ങോട്ട് ഒരു കയറ്റമാണ് കണ്ടോ. ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി
താഴെ എത്തുമ്പോൾ അതേപോലെ തന്നെ ഒരു കയറ്റം നമ്മളിനി കയറണം. ഈ പാലത്തിൽ കൂടെയാണ് നമ്മളിനി പോകേണ്ടത്. അവിടുന്ന് ഈ മ്യൂളുകൾ ഇങ്ങനെ വരുന്നതായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. പിന്നെ അത് ഫുള്ള് ഇങ്ങ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അഥവാ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ചിങ്ങ് വരണം. അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാൾക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തട്ടി അതിൻ്റെ പുറത്തിരിക്കുന്ന സാധനം തട്ടി നമ്മൾ താഴെ കിടക്കാറുണ്ട്. അത് അത്രയും അവിടെ നിന്ന് ഇത്രയും ഇനി വന്നതിന് ശേഷമേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് ഇനിയും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത തൂക്കുപാലമാണ് ഫഗ്ഡിങ്ങിലേക്കുള്ള അടുത്ത തൂക്കുപാലം. എന്നാണ്ട് ഇനി ഇത് കയറി ഇറങ്ങണം. ഇന്നിവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മൾ ഫഗ്ഡിങ് എത്തി. നമ്മളിനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാനിവിടെ ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ വെജ് താലി. ഇതിനകത്ത് ഇതൊക്കെയാണ് കറികൾ. പപ്പടം, ഇതൊരു കറി, പിന്നെ ചോറ്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ നമ്മൾ ഫഗ്ഡിങ്ങിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയും ലുക്ലയിലേക്കാണ് പോകുന്നത്. ഒരു 6-7 കിലോമീറ്റർ ഇനിയുണ്ട്. അപ്പം ഇനിയും മൊത്തം കയറ്റമാണ്. അപ്പോൾ ഇനി കയറ്റം കയറി ഇനി പോകണം. ഇന്നത്തെ ദിവസത്തെ ഇന്ന് ഈ BC ട്രെക്കിങ്ങിൻ്റെ ലാസ്റ്റ് ട്രെക്കിംഗ് ദിവസമാണ് ഇന്നത്തോടി കഴിയുകയാണ്. ഇത് ഫഗ്ഡിങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടോ, ഫഗ്ഡിങ് വില്ലേജാണിത് കാണുന്നത്. അപ്പോൾ നമ്മൾ വെജ് താലിയും പിന്നെ ലൈം ടീ ആണ് ഞാൻ കുടിച്ചത്. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെയുള്ള ചെറിയ വഴി കേട്ടോ, ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മളിനി ലുക്ലെ വരെയുള്ള കാഴ്ചകളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇതുണ്ടോ, നല്ല രസമല്ലേ ഇവിടെ കാണാൻ കേട്ടോ. ഉണ്ടോ,
ഇത് വലിയൊരു ബ്രിഡ്ജ്. അതിലെ കൂടെ നമുക്ക് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു അതിൽ കയറുന്നത്. നമ്മൾ വേറെ ഒന്നുണ്ട്, താഴെ ഒരു പാലമുണ്ട്, അതിലേക്കൂടാണ് നമ്മൾ കയറുന്നത്. ഇത് കണ്ടോ, ഇവിടെ ചുറ്റിനും കണ്ടിത്, ഇതിൻ്റെ ചുറ്റിനും പ്രയർ വീലാണേ. നമുക്കിത് കറക്കിക്കൊണ്ട് പോകാമേ. ഇവിടെ എല്ലാം ടിബറ്റൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചേക്കാൻ. നോക്കിയുണ്ടോ, നമ്മൾ പോകുന്ന വഴിയായതേ. ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടോ? ഓക്കെ, എന്തോ അടിപൊളിയാണ്. നോക്കി, ഓ, നമ്മളിനി ഇങ്ങനെ താഴെ ഇറങ്ങി ഇങ്ങനെ പോകണം. എന്നിട്ട് പിന്നെ ഒരു കയറ്റമുണ്ട് കണ്ടോ, ഇനി ഇങ്ങനെ ഇറങ്ങി പോകണം. ഇവിടെ നിന്നൊരു വ്യൂ ആണല്ലേ, അടിപൊളി. ഇതാണ് നമ്മളിനി ലുക്ലേയിലോട്ട് പോകാനുള്ള ലാസ്റ്റ് ബ്രിഡ്ജ്. ഇനി അങ്ങോട്ട് ബ്രിഡ്ജ് ഒന്നുമില്ല. ഇതാണ് ഏറ്റവും ലാസ്റ്റ്. നമ്മൾ ലാസ്റ്റ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാണ്. ഇനി നമ്മൾ ബ്രിഡ്ജ് ഒന്നുമില്ല. ഇതാണ് ലാസ്റ്റ് ബ്രിഡ്ജ്. ഓക്കെ, കാറ്റുണ്ട്. ഒത്തിരി ആൾക്കാരില്ലാത്തതുകൊണ്ട് വലിയ കുലുക്കമില്ല കേട്ടോ.
എന്നാലും നടുക്കോട്ട് വരുമ്പോഴത്തേക്കും ഒരു കുലുക്കമുണ്ട്. താഴോട്ട് നോക്കിയേ, കണ്ടോ? ഇവിടെ ഇന്നൊരു വ്യൂ ഉണ്ടോ? മൊത്തം ക്ലൗഡ്സായി. ഇവിടെ ഒന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ എന്തൊരു സൈലൻസ് ആണെന്ന് നോക്കിയേ, കണ്ടോ? ഞാൻ മാത്രം, കണ്ടോ? ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. റോഡോഡൻഡ്രോൺ പൂത്ത് നിൽക്കുന്നു, കണ്ടോ? അങ്ങ് ആരെയും കാണാനില്ല, കണ്ടോ? കണ്ടോ? ഇനി ഇതാണ് വഴി. ഒരു പട്ടി പോകുന്നുണ്ടോ? കണ്ടോ? ഇനി ഇങ്ങനെ അങ്ങ് കിടക്കുക വഴി, കണ്ടോ? എൻ്റെ ഗൈഡാണ് ഞാൻ നിൽക്കുന്നത്, ബിഗേഷ്. പേര് ബിഗേഷ് എന്നാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, വേറെ ആരെയും കാണുന്നില്ല. ഓൾമോസ്റ്റ് നമ്മൾ ലുക്കിൽ എത്താറായിട്ടുണ്ട്. ഈ ഒരു കയറ്റം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലുക്കില ചെക്ക് പോസ്റ്റ് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഉള്ളൂ. നമ്മൾ നാംചേന്ന് എടുത്തുകൊണ്ട് വന്നതാണ് വേസ്റ്റ്. അത് നമ്മളിവിടെ 2 കിലോ ഉണ്ടായിരുന്നു, അതിവിടെ നമ്മൾ കൊടുക്കുകയാണേ. വികേഷാണ് അവിടെ വയ്ക്കുന്നത്. നമ്മുടെ ഇവിടെ വരെ അത് കൊണ്ടുവന്നു, അതിവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഇതാണ് ലുക്ലയിലോട്ട് വരുമ്പോഴുള്ള ലാസ്റ്റ് ചെക്ക് പോസ്റ്റേ. ഇവിടുന്ന് ഈ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതാണ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം, അവിടെയായിരുന്നു ടിക്കറ്റൊക്കെ എടുത്തിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്നു, തിരിച്ച് വന്നപ്പോൾ ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ ലുക്ലായിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതാണേ. അങ്ങനെ നമ്മൾ ലുക്ലയിലെത്തി. ഇവിടെ ലാസ്റ്റ് നമ്മൾ പ്രയർ വീൽ കറക്കാൻ പോവാണേ. നമ്മളങ്ങനെ ലുക്ല എയർപോർട്ടിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 5:30 മണിയായി. 20 കിലോമീറ്ററാണ് ഇന്ന് ട്രെക്ക് ചെയ്തത്. ഇന്ന് ലാസ്റ്റ് ട്രെക്കിംഗ് ആയിരുന്നു. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി 12 ദിവസം നമ്മൾ ട്രെക്ക് ചെയ്ത് ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു.
ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് 12ാമത്തെ ദിവസം. ഇന്ന് 20 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ നാംചെ ബസാറിൽ നിന്ന് ലുക്ല വരെ നടന്നത്. അങ്ങനെ 12 ദിവസവും നമ്മൾ അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു ആപത്തും കൂടാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ബേസ് ക്യാമ്പ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ലുക്ല എയർപോർട്ടിൻ്റെ അടുത്ത് ഇവിടാണ് ഇന്നത്തെ സ്റ്റേ. ഇന്നിവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ രാവിലെയാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ലുക്ല എയർപോർട്ടിൽ വെതറിൻ്റെ പ്രശ്നം കാരണം ഫ്ലൈറ്റ് ഇല്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് നമ്മുടെ ട്രെക്കിങ് അവസാനിച്ചു. അങ്ങനെ എൻ്റെ സ്റ്റിക്കൊക്കെ ഇന്ന് ഞാൻ ഇവിടെ മടക്കി പൂട്ടി. എന്നെ ഇത്രയും ദിവസം സഹായിച്ച ഒരു സ്റ്റിക്കാണിത്. 12 ദിവസമായിട്ട് എൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ച് നടന്ന സ്റ്റിക്ക്. അത് ഞാൻ പൂട്ടിന്ന് എൻ്റെ ബാഗിനകത്ത് വെക്കും. അങ്ങനെ അങ്ങനെ എല്ലാവരും വീഡിയോ കാണണം. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവരെല്ലാവരും വീഡിയോ എല്ലാവരും കാണണം. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെന്താ, ഇനി ഞാൻ നാളെ രാവിലെ എയർപോർട്ടിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ട്. കാരണം രാവിലെയാണ് ഫ്ലൈറ്റ്, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നോക്കട്ടെ. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.